ഹായ് മക്കളെ, 2 ദിവസം സ്വാമിക്ക് ജോലി തിരക്കാണ്. കണ്ടില്ലേ, ഈ ഇടത്തിട്ടിട്ടുള്ള ഈ വിളക്കുകളെല്ലാം തേച്ച് കഴുകണം. ഇതെല്ലാം തേച്ച് കഴുകണം. മാസത്തിൽ 1 ദിവസം വിളക്കുകളൊക്കെ ഒന്ന് തേച്ച് കഴുകും. അപ്പോൾ 30 വെള്ളിയാഴ്ച വരാൻ പോവുകയല്ലേ. അപ്പോൾ 30 വെള്ളിയാഴ്ച ഗുരുതി പൂജയാണ് ദേവിക്ക്. അതിന് മുപ്പാട് ഇതൊക്കെ ഒന്ന് കഴുകും. അമ്പലം പരിസരമൊക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകും. മാസത്തിലൊരു വട്ടം എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ ജോലി തിരക്കിലാണ് 2 ദിവസം. അപ്പോൾ വിളക്കുകളൊക്കെ കഴുകി വെച്ചു കേട്ടോ മക്കളെ. വിളക്കുകളൊക്കെ കഴുകി വെച്ചു. വയ്യാതെയായി. എല്ലാ വിളക്കുകളും കഴുകി വൃത്തിയാക്കി തിളക്കം വന്നതായിരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് അമ്പലത്തിൻ്റെ അകും പുറക്കൊന്ന് മാറാമ്പല തട്ടി നമുക്ക് അതേ മാറാമ്പലക്കോലും ചൂലുമായി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ഈ മാറാമ്പലൊക്കെ ഒന്ന് അടിക്കണം മക്കളെ. മൊത്തം മാറാമ്പലാണ്. ഈ മാറാമ്പലൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. ഈ മാറാമ്പലം ഇങ്ങനെ വരുമെന്ന് അറിയില്ല. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കി. നാളേക്ക് ഇത്ര മാറാമ്പലം ഇവിടെ വരും. എന്തു മാറാമ്പല പിന്നെ ഇല്ല, മാറാമ്പലകളാണ്. എത്ര നമ്മൾ വൃത്തിയാക്കിയാലും ഇതിൻ്റെ ഇടയിലൊക്കെ മാറാമ്പലം വരും. എത്ര വൃത്തിയാക്കിയിട്ട് കാര്യമൊന്നുമില്ല. എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല മക്കളെ. ഇനി നമുക്കിവിടെയൊക്കെ ഒന്ന് ഇവിടെയൊക്കെ അടിക്കണം. അതുപോലെ അമ്പലത്തിൻ്റെ ആകും പുറമൊക്കെ സോപ്പ് വെള്ളം ഒഴിച്ച് ഉരച്ച് വൃത്തിയാക്കി എല്ലാം ഉരച്ച് വൃത്തിയാക്കി എടുക്കണം മക്കളെ. ഇതൊക്കെ വൃത്തിയാക്കി എടുക്കണം. ഇനി ഇതൊക്കെ വൃത്തിയായിട്ട് കാണാം മക്കളെ. മാറാമ്പലത്തട്ടിലും അടിക്കലും എല്ലാ കാര്യങ്ങളും അടിച്ചൊക്കെ കഴുകിയിട്ടാണ്. മൊത്തം അടിച്ച് കഴുകി പാത്രങ്ങളൊക്കെ തേച്ചു. വിളക്കുകളൊക്കെ വയ്ക്കേണ്ട കൊടുത്തേക്ക് വെച്ചു. ഓരോ സ്ഥലത്തും കഴുകി വൃത്തിയാക്കി. വിളക്കുകളൊക്കെ അതേ സാധനങ്ങളിൽ വെച്ചു. ഇനി ഭഗവതിയുടെ അവിടുത്തെ വിളക്കുകളൊക്കെ ഭഗവതിയുടെ അവിടെ വെച്ചു. ഗണപതിയുടെ അടുത്തേക്ക് ഗണപതിയുടെ അവിടെ വെച്ചു. നാഗങ്ങളുടെ അവിടെ വെച്ചു. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി. എൻ്റെ തണ്ടലും പോയി, മുതുവും പോയി, എല്ലാം പോയി. ഇനി ഇതൊരു വീഡിയോ ആക്കണമെങ്കിലുള്ള പാട് വേറെ. എന്നിട്ട് വേണം നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തണമെങ്കിൽ കേട്ടോ മക്കളെ. ഇതൊക്കെ തുണ്ടാക്കിയിട്ടല്ലേ എടുത്തിരിക്കണം. ഇനി ഇതെല്ലാം ചേർത്തി വെച്ച് ഒരു വീഡിയോ ആക്കി എടുക്കണ്ടേ? അതിന് പണിയല്ലേ എടുക്കുന്നത്. അപ്പോൾ ശരി മക്കളെ, നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ. അപ്പോൾ നമുക്ക് കാണാം.